വേണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടം പോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പം ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോൾ കഴിഞ്ഞ ദിവസം സാറ ജോസഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ഒരു പ്രതികരണ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത്. ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിട്ടുള്ള പലരും ആ വീഡിയോ കണ്ടു കാണും. സംഭവം മറ്റൊന്നുമല്ല, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് വീഡിയോകൾ അധികമായി ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന സാറ ജോസഫ്. ഞാൻ പുള്ളിക്കാരുടെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളാരാണെന്നുള്ള മനസ്സിലാവും. വാ കണ്ടോക്കാം. ഇന്ന് കടിച്ചു മുറിച്ചോണ്ടാണ് ഉച്ചയാഹാരം കഴിച്ചു തുടങ്ങിയത്. കഴിക്കുന്നതിന് മുമ്പ് ആമാശത്തിലേക്ക് സ്ഥലം ഒരുക്കണം. അതുകൊണ്ട് ഞാൻ ഓടിച്ചാടി എന്റെ ശരീരത്തിലുള്ള നെയ്യെല്ലാം മണ്ണിലേക്ക് ഉരുക്കി വിടുകയാണ്. അപ്പോഴത്തേക്ക് ചാച്ചൻ വരുന്ന കണ്ടോണ്ട് രണ്ടു ചാട്ടം കൂടുതൽ ചാടി. പിന്നെ പോഞ്ഞിക്കറി ഇപ്പൊ എനിക്ക് കുടുംബ വീട് പോലെ ആയതുകൊണ്ട് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, മോനെ ഒരു കണ്ണൂർ കൊക്ടെയിലേക്ക് കൊണ്ടുവിടാ. പിന്നെ ഒരു സന്തോഷം, കൊക്ടെയിൽ അണ്ടിപ്പരിപ്പ് കടിച്ചാന്ന് തോന്നുന്നു. മുത്തിങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഒന്നെ ഞാൻ അണ്ണാക്കിലേക്ക് തള്ളിയും വിട്ടിട്ടുണ്ട്. എനിക്കിതല്ല ചിന്ത, എനിക്ക് തിന്നാനല്ലേ അറിയുള്ളൂ. അവിടെ ഞാൻ നേരെ ഒരു വട്ടം വെച്ചാൽ ഞാൻ പറഞ്ഞു, ചേച്ചി ഇതേ നടുക്കോട്ട് ഈ ചെമ്മീൻ ചറങ്ങ് ഒഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഏതാണ്ടൊക്കെ ചേച്ചി ഒഴിക്കുന്നതെല്ലാം കൂട്ടി ഞാൻ അടിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഊട്ടി പോയപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഫുഡിലെ വില എനിക്ക് ശരിക്കും മനസ്സിലായത്. എന്റെ ദൈവം, എന്റെ പെണ്ണടമായ ചോറില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് മൃഷ്ടാങ്കം ഞാൻ ഇവിടുന്ന് ചോറ് വാരി ഉണ്ണുന്നുണ്ടായിരുന്നു ഗൈസ്. ഈ ചേട്ടനാണ് പോകുന്നേയില്ലായിരുന്നു. എനിക്കാണ് ഇഷ്ടംപോലെ ആഹാരം ഇങ്ങനെ തള്ളി എന്റെ പ്ലേറ്റിന്റെ സൈഡിലോട്ട് നീക്കി തരുന്നുണ്ടായിരുന്നു. പോഞ്ഞിക്കരയിൽ ഈ മീൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. നല്ല ബംബ്ലാസ്റ്റിക് മീനാണ്. പിന്നെ എപ്പോഴത്തെ ബേസ് ഹാർഡായപ്പം നമ്മുടെ തൈരെടുത്ത് കറക്കി അങ്ങോട്ട് ഒഴിച്ചേച്ച് കൂട്ടി അടിക്കുകയാണ്. ഇനി എണ്ണക്കോഴി ആമാശത്തിലേക്ക് ഇറങ്ങിപ്പോയി മുത്തെടുക്കണമെങ്കിൽ ഒരു കാന്ത പുറകെ ഇറക്കി വിടണമെന്നുള്ള സങ്കടത്തിലാണ് ഇത് കടിച്ചു പറിച്ച് കഴിക്കുന്നത്. ഈ വിഷമത്തിലും പിന്നെ ഇതൊക്കെ കാണാനും തിന്നാനും പറ്റുന്നുള്ളതാണ് എന്റെ ഏക ആശ്വാസം. അതിന്റെ ഇടയ്ക്ക് ആണ്ട്രാ ചാച്ചന്റെ ബോളിംഗ്. ഈയിടെയായിട്ട് ഇവന് ഇത് തീറ്റിപ്പണ്ടാരോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് മുള്ളിനെ ആത്മാവിനെ അടക്കം ഒരുമിച്ച് തിന്നുകയാണ്. ഇതൊക്കെ ഇറങ്ങിപ്പോയി ഞാൻ കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട്. ഇപ്പൊ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ നെഞ്ചാങ്കുഴി കുരുങ്ങിന്ന് ചത്തേനെ ഞാൻ. പക്ഷെ അതിലൊന്നും നമ്മൾ തളരത്തില്ല രാമൻകുട്ടി. എന്താ നിങ്ങൾക്ക് അറിയാലോ, കാര്യം അന്നമാണ് എന്റെ ഉന്നം. അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഉന്നം. പിന്നെ എനിക്ക് ഈ മുരിങ്ങാക്കോലിനെ പറ്റി രണ്ടെണ്ണം പറയാറുണ്ട്. കാരണം വലിച്ചിട്ടും വരുന്നില്ല. വെള്ളത്തിൽ വേറെ റബ്ബർ ബാല് ചോട്ടിൽ ഒഴിച്ച് വളർന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മീമുള്ള ഒരു താട്ടി കാണിക്കുകയാണ്. ഇനി നമുക്ക് 5 സെക്കൻഡ് ചോറിനെ വന്നിട്ട് കപ്പ എടുക്കാം. കപ്പയോട് നല്ല കാന്താരി ഇട്ട മുളക് ചമ്മന്തി, അതുപോലെ തന്നെ നല്ല മീന്റെ പരിഞ്ഞിയിലും മത്തിമീന്റെ പരിഞ്ഞിയിലൊക്കെ എടുത്തിട്ട് കുഴച്ച് ഇങ്ങനെ കറക്കി ഇങ്ങനെ തിന്നു നോക്കും. ഈയോ സ്വർഗം മാമ. ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത ഷാനുക്കൊക്കെ ഇരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പവൻ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റെസ്റ്റോറന്റിൽ നിന്ന് മത്തിയുടെ പരിഞ്ഞിലൊക്കെ തിന്നാൻ കിട്ടുന്നത്. താണ്ട്ര അതിന്റെ ഇടയ്ക്ക് വെള്ളം തീരുന്നതനുസരിച്ച് ചേട്ടൻ കൊണ്ടുകൊണ്ട് തരുന്നുണ്ട്. നീ കൈസെല്ലാം അണ്ണാക്കിന്ന് ഡിസ്കോ ഡാൻസ് കളിച്ചോ തൊണ്ടേ കുരുങ്ങി ചാവാതിരിക്കാനായിരിക്കും. താണ്ട്ര അതിന്റെ ഇടയ്ക്ക് ഞാൻ ആത്മാവ് എടുത്ത മീന്റെ തല നിർവീര്യം ചെയ്യാൻ പോവാണ് ചാച്ചൻ. ഇത് കണ്ടോണ്ടിരുന്ന എന്റെ അകത്തേക്കൊന്നും പോത്തില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചും കുടിച്ചും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കൂടെ സൈഡായിട്ട് തന്നെ അവിയലിനെ ഒറ്റ കൈ കൊണ്ട് ഒറ്റ കറക്കെടുത്ത് ഒറ്റ പിടി. എന്തൊരു തീറ്റാണില്ലേ ഇതൊക്കെ, എങ്ങനെയാണോ സാധിക്കുന്നത്? എന്തായാലും ഇപ്പൊ ആളെ ഏകദേശം നിങ്ങൾക്ക് പിടി കിട്ടി കാണുമല്ലോ. ഇതിനു മുമ്പ് നമ്മുടെ സാറയുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സാറിന്റെ ഭർത്താവ് ഹോസ്പിറ്റലിലായ സമയത്ത് പുള്ളിക്കാർ കളിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ ഒരു റീൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്ന് വൻ വൈറലായിരുന്നു. നമ്മൾ അന്ന് അതെടുത്ത് റിയാക്ട് ചെയ്തതുമാണ്. എന്നിരുന്നാലും പുള്ളിക്കാരുടെ ഏറെക്കുറെ വീഡിയോസ് ഫൺ ആൻഡ് എന്റർടൈനിങ് ആണ്. വീഡിയോസ് ആകുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വരും. അതേപോലെ സാറിന്റെ വീഡിയോസിലും ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കമന്റുകൾ വരാറുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ നമ്മളെ ബാധിക്കാത്ത കമന്റ്സ് നമ്മൾ ദോഷിച്ചു വിടുന്നതാണ് നല്ലത്. അപ്പൊ ഈ സാരോട് തന്നെ ഞാൻ ആദ്യം കാണിച്ച വീഡിയോക്ക് താഴെ ഒരു നെഗറ്റീവ് കമന്റ് വന്നു. ആ കമന്റ് നെഗറ്റീവ് ആണെന്ന് ശരിക്കും പറയാൻ പറ്റൂല, ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലെ കണക്കാക്കാൻ പറ്റും. ഞാൻ എന്തായാലും ആ കമന്റ് ഒന്ന് വായിച്ചു തരാം. കാര്യം വീഡിയോസ് എല്ലാം നല്ലതാണെങ്കിലും കുറച്ച് ഓവറായി വരുന്നുണ്ടോ എന്ന് എനിക്ക് മാത്രമാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ബോറായി തുടങ്ങും ആൾക്കാർക്ക്. എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഇതിപ്പോ കമന്റ് ബോക്സ് അല്ല, അഭിപ്രായം പറയാലോ അല്ലേ. ചിത്ര എന്ന് പറയുന്ന ഒരാളാണ് ഈ കമന്റ് ചെയ്തിരിക്കുന്നത്. ആ ചേച്ചിക്ക് തോന്നിയ കാര്യം അവർ പറഞ്ഞു. അവർക്ക് വീഡിയോസ് ബോറായി വരുന്നുണ്ടെന്ന് തോന്നി അവരത് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു. ആ രീതിയിൽ അതിനെ കണ്ട് ഒഴിവാക്കി വിട്ടാൽ മതി. പക്ഷേ സാറെ സംബന്ധിച്ചിടത്തോളം ആ കമന്റ് സാർക്ക് അങ്ങനെ അത്ര കൂടി പിടിച്ചില്ല. അങ്ങനെ സാർ എന്താക്കി, ആ കമന്റിനെ ട്രോളിക്കൊണ്ട് മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് എല്ലാ വിവാദത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും സാർ ആ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടോക്കാം. മീറ്റ് വിത്ത് ചിത്ര എന്താന്ന് വെച്ചാൽ ആ ചേച്ചിയുടെ കമന്റ് ഇട്ടിരിക്കും, മോളെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറായിട്ട് തോന്നും, ഈയിടെയായിട്ട് മോള് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന്. ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ, ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ മിററിലെടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചി. അപ്പൊ ആരാണ് പറയൂ, ആരാണ്? ചേച്ചി കമന്റ് ആയിട്ട് ഇട്ടോളൂ, ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറയാൻ അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ചേച്ചി? ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരത്തില്ല ചേച്ചി? ഇപ്പൊ കുഴപ്പമില്ല, ഇച്ചിരി വിഷമം ചേച്ചിക്കും കിട്ടിയില്ലേ? ഇല്ലേ ചേച്ചി? അപ്പൊ ഓക്കെ ബൈ ബൈ. ഓക്കെ അങ്ങനെയല്ല, ഓക്കെ ബൈ ഗായ്സ്. ഓക്കെ, ആ ചേച്ചിയെ ട്രോളിക്കൊണ്ടുള്ള ഒരു വീഡിയോ അല്ലേ. പക്ഷെ ഉള്ളത് പറയാലോ, സാറൊക്കെ ഈ വീഡിയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. കാരണം ആ ചേച്ചി കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും കമന്റിലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശരിയാണ്, അവർക്ക് കമന്റിൽ അഭിപ്രായം പറയാനുള്ള അവകാശം പോലെ തന്നെ സാറൊക്കെ അവരെ റിയാക്ട് ചെയ്യാനുമുള്ള അവകാശമുണ്ട്. എന്ന് കരുതി ഇതേപോലെ വരുന്ന കമന്റ്സിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം കാണും. സംഭവം ഒരു ചെറിയ മധുരപ്രതികാരം പോലെ കോമഡിയായി ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ ഒത്തില്ല. അത് നമുക്ക് സാറിന്റെ കമന്റ് ബോക്സ് കണ്ടാലേ മനസ്സിലാകും. എന്തായാലും ഞാൻ സാറെ ട്രോളിക്കൊണ്ട് ചെയ്ത ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു തരാം. ഒരേ ഡ്രസ്സ് മാറിയിട്ട്
ഫോട്ടോ എടുത്തു എന്നുള്ളത് ഒരു കുറ്റമല്ല. ഒരാൾക്ക് ഏറ്റവും മാന്യമായ ഒരു വിയോജിപ്പ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് ഇടുന്ന അയാൾ ഇത്രയധികം വികാര പ്രകടനം നടത്തേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് ആവശ്യത്തിന് ഡ്രസ്സ് ഇല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് എന്ത് നിലവാരമില്ലായ്മയാണ്. നിങ്ങൾ കാണിച്ചത് വ്യക്തി അധിക്ഷേപമാണ്, പ്രതികരണമല്ല. ചേച്ചിയെ പോലെ എല്ലാ ദിവസവും ഡ്രസ്സ് മാറി റീൽസ് എടുക്കാൻ എല്ലാവർക്കും കഴിയണമെന്ന് വരില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അഹങ്കരിക്കരുത്. അവരുടെ ഇൻസ്റ്റ റിവീലാക്കി അവരുടെ ഫോട്ടോസ് പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുത്തത് എന്തിനാണ്? അത്രക്കും ചീപ്പായി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. വീഡിയോ രസമുണ്ട് എന്നും പറഞ്ഞു, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് കടുത്തുപോയി. ഒരു ഡ്രസ്സ് ഇട്ട് 10 വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എന്തോ നിങ്ങളെപ്പോലെ ഓരോ ഡ്രസ്സ് ഇട്ട് ഓരോ വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും ഒക്കുമോ? വൈരാഗ്യം തീർക്കും പോലെ തോന്നി. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആളുകളും. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പോലെ. ഇത്രയ്ക്ക് വേണ്ടിയില്ലായിരുന്നു. ചേച്ചി പേഴ്സണലി വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. കണ്ടല്ലോ ഇങ്ങനെ പോകുന്ന കമന്റ്സ്. ഇതിനൊന്നും എതിർത്ത് പറയാനില്ല. സാറ് തന്നെ ഇരുന്ന് വാങ്ങിയ കമന്റ്സ് ആണ് ഇതൊക്കെ. അപ്പുറത്തു നിന്നും ഒരാൾ അഭിപ്രായം പറഞ്ഞതിന് ഇപ്പുറത്തു നിന്നും അയാളെ കളിയാക്കി കഴിഞ്ഞാൽ പകരത്തിന് പകരമാവുമെന്നാണോ? ഇതൊക്കെ ഒരു സില്ലി വില്ലയായി എടുക്കാനേ ഉള്ളൂ. എന്തായാലും ഇതിനുശേഷം സാറിന്റെ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് മറ്റൊരുത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അശ്വിൻ സുഖിത് എന്ന് പറയുന്ന ഒരുത്തൻ. ഇവന്റെ വീഡിയോ കണ്ട് എന്റെ കിളി വരെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും അവന്റെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. You guys know influencer Sarah Joseph. Actually, I were a supporter of her, but I started hating her. Only I realized one thing. പുള്ളിക്കാരത്തെയും കുറെ വൃത്തികെട്ട ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ തന്നെ മറ്റുള്ള മനുഷ്യരെ ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിൽ ഒരു ഇൻഫ്ലുവൻസിംഗ് കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഐ സോ എ വീഡിയോ, പുള്ളിക്കാരത്തിന്റെ കമന്റ് ബോക്സിൽ പുള്ളിക്കാരത്തിന്റെ നെഗറ്റീവ് കമന്റ് ആണെന്ന് വാദിക്കുന്ന ഒരു കമന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ടേൺ ആൻഡ് ക്രോസ് മില്യൺ വ്യൂവേഴ്സ്. ഓൺലി ഷീ നോ ദാറ്റ് ആ കമന്റ് ഇട്ട വ്യക്തിനെ ഈസി ആയിട്ട് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വലിച്ചു കയറി ബോഡി ഷെയിമിംഗ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്താല് ഷീ വിൽ ഗെറ്റ് മോർ അറ്റൻഷൻ ആൻഡ് ഷീ ക്യാൻ എന്റർടൈൻ പീപ്പിൾ. I want to ask one thing towards Sarah Joseph Dar. നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ നെഗറ്റീവ് ആയിട്ട് തോന്നിയത്? ഇതുവരെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സും വന്നിട്ടില്ല. ഫോർ മീ ഐ നോ ദാറ്റ് ലൈക്ക് നമ്മളൊരു പബ്ലിക് ഇൻഫ്ലുവൻസർ ആകുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള റിയൽ നെഗറ്റീവ് കമന്റ്സും സ്ലട്ട് ഷെയിമിംഗും ബോഡി ഷെയിമിംഗ് ഒക്കെ നമ്മുടെ നേർക്ക് വരും. ഓഫ് കോഴ്സ് യു ഫേസ് ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ഇൻഫ്ലുവൻസർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള വൃത്തികെട്ട കമന്റുകൾ പലതും നിങ്ങളുടെ ഐഡിയയിൽ വരുമ്പോഴും വൈ യു ചൂസ് ദീസ്? ബിക്കോസ് യു നോ ദാറ്റ് റൈറ്റ് സ്റ്റിഗ്മ റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഫിസിക്കുള്ള ഒരു സ്ത്രീ അല്ല നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തത്. നിങ്ങൾ അവരെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ അറ്റൻഷൻ ബൈ ഫുൾ പീപ്പിൾ, റൈറ്റ്? യാ, യു ഗെറ്റ് ദാറ്റ്. ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് കോമൺ ഇൻസൈഡ് അവർ സൊസൈറ്റി ദാർ ഏതൊരു മനുഷ്യനെ എന്തെങ്കിലും അവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കിനെ, അവരുടെ കളറിനെ, അവരുടെ ജെൻഡറിനെ, അവരുടെ ഒരു രീതിനെ, അവരുടെ മാനറിസത്തിനെ ഒക്കെ പറഞ്ഞ് തിരിച്ച് കളിയാക്കാതെ ഒരു റിയൽ ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു റെസ്പോണ്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല? ആക്ച്വലി അത് നിങ്ങളുടെ പോരായ്മയാണോ വൈകല്യമാണോ? ഐ ഡോണ്ട് നോ. ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് കോമൺ ഇൻസൈഡ് അവർ സൊസൈറ്റി ദാർ നമ്മുടെ സൊസൈറ്റിയിൽ ആക്ച്വലി എന്തെങ്കിലും രീതിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റോ ഒരു തെറി പറയാത്ത അല്ലെങ്കിൽ വൃത്തികേടില്ലാത്ത ഒരു ഒപ്പീനിയൻ പോലും പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വേ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്ലട്ട് ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ബോഡി ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ജെൻഡർ ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കളർ ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ മാനറിസംസ് എങ്കിലും എടുത്തിട്ട് വേറെ രീതിക്ക് പോർട്രേറ്റ് ചെയ്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രവണത. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ ബിക്കമിംഗ് ദിസ് മച്ച് ചീപ്പ്. അവർക്ക് തിരിച്ച് പറയാനായിട്ട് കാര്യങ്ങൾ ഇല്ലായിരുന്നിട്ടാണോ? Why don't Sarah Joseph ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് why don't she say and why don't she think like ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അത്തരത്തിലുള്ള സ്ലട്ട് ഷെയിമിംഗും തെറിയും ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക്, ബട്ട് ഈ കമന്റിനകത്ത് അത്തരത്തിലുള്ള ഒരു വൃത്തികേടും ഇല്ല. ഷീ ഈസ് ഓൺലി ആസ്കിംഗ് അബൌട്ട് മൈ കോണ്ടന്റ് അല്ലേ? ഈ പേഴ്സണാലിറ്റിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ കമന്റ് ഇട്ട ആളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് ഐ ന്യൂ ദാറ്റ്. You made it right. What the confidence? And that you have a man, right? എല്ലാ കമന്റിന്റെ താഴെ റിയാക്ട് ചെയ്യുന്നത്. എന്റെ ഭാര്യനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ റിയാക്ട്. Then hold your ഭാര്യ and live with her. ഒരാളിനെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ബോഡി ഷെയിമിംഗ് ചെയ്യാനായിട്ട് വലിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് what the satisfaction which you get, guys? It was a plan, right? You know that. Like I said. മോഞ്ഞെ, നീ എങ്ങോട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്? പറഞ്ഞ് നീ കാട് കയറി പോവാണല്ലോ. ഇവൻ പറയുന്നത് ഫുള്ളും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് യോജിക്കാൻ പറ്റാത്ത പോലെ. സംഭവം സാർക്ക് ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്ന് കരുതി സാറ് മനഃപൂർവ്വം അവരെ പബ്ലിക്കിന് മുന്നിൽ ബോഡി ഷെയിമിംഗ് ചെയ്യാൻ ഇട്ട് കൊടുത്തതാണെന്നൊക്കെ പറയുന്നത് അത് ഇത്തിരി കൂടുതലല്ലേ? എന്തായാലും നമ്മളെ നാട്ടുകാരാണ്, അതിൽ വകതിരിവില്ലാത്ത ചില ആൾക്കാർ അവരുടെ അക്കൗണ്ടിൽ പോയി ചിലപ്പോൾ ബോഡി ഷെയിമിംഗ് കമന്റ്സും അതിന്റെ കൂട്ടത്തിൽ തെറിവിളിയും നടത്തി കാണും. അതും വിചാരിച്ച് സാറ് നാട്ടുകാർ ആ ചേച്ചിയെ ബോഡി ഷെയിമിംഗ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ ഇട്ടതാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും? ഇനി ഇവൻ പറഞ്ഞത് പോലെ നോക്കുമ്പോൾ സാർ അവളുടെ കമന്റ് ബോക്സിലെ നെഗറ്റീവ് കമന്റ്സ് റിയാക്ട് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നത് ആ കമന്റ് ഇട്ട ആളുടെ ബോഡി ടൈപ്പ് നോക്കിയിട്ടായിരിക്കും അല്ലെ? അതായത് ഈ വൾഗർ കമന്റ് ഇടുന്ന ആള് നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ സാർ എന്തായിരിക്കും കരുതുക? ഇത് വേണ്ട, ഇത് അത്യാവശ്യം ഷേപ്പ് ഒക്കെ ഉള്ള ഒരാളാണല്ലോ, ഇവരെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ തീരെ റീച്ച് കിട്ടൂല. അപ്പൊ അങ്ങനെ തപ്പി സിഗ്മ സ്റ്റൈൽ അല്ലാത്ത അല്ലെങ്കിൽ നല്ല തടിച്ച ഒരാളുടെ കമന്റ്സ് തപ്പി കണ്ടുപിടിക്കും, എന്നിട്ട് അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യും. അപ്പൊ അത് കാണുന്ന ആൾക്കാരെന്താക്കും? ഈ കമന്റ് ഇട്ട ആളെ തേടി പിടിച്ച് അവരെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് തിരിച്ച് കമന്റ് ഇടല്ലോ. അതുവഴി സാർക്ക് നല്ലൊരു മധുര പ്രതികാരം തീർക്കാനും പറ്റും. അത്യാവശ്യം
പബ്ലിക് അറ്റൻഷൻ കിട്ടുകയും ചെയ്യും എന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ ഈ പറയുന്ന കാര്യത്തിൽ എന്ത് ലോജിക്കാണുള്ളത്? പിന്നെ ഇവൻ പറഞ്ഞത് ചിലത് കാര്യമുണ്ട്. നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ പലതരത്തിലുള്ള കമന്റുകൾ വരും, പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും വരും. അത് ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അതിന് മനഃശക്തി ഇല്ലാത്തവർ ആ പണിക്ക് നിൽക്കരുത്. ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴേക്കും LKG പിള്ളേരെ പോലെ പിച്ചി മാറ്റി എന്നൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ അതിനെ സമയം കാണും. എന്തായാലും ഇവിടെ അശ്വിൻ പറഞ്ഞത് ഇത്തിരി കൂടുതലാണ്. അനാവശ്യമായിട്ടാണ് ആ കമന്റ് ഇട്ട ആളെ സാറ് കുറ്റപ്പെടുത്തിയതെന്ന് സമ്മതിക്കാം. എന്നും കരുതി അവരെ ബോഡി ഷെയ്മിങ് ചെയ്ത് തകർക്കാൻ വേണ്ടിയാണ് സാർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നൊക്കെ പറയുന്നതിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. അതൊക്കെ വളരെ മോശമാണ്. എന്തായാലും അശ്വിൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം സാർ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. വേണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടംപോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പം ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആ ചേച്ചിക്ക് അത് ബോറായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റിനെ റിയാക്ട് ചെയ്തു. ഒറ്റ കാര്യമല്ലാതെ ആ ചേച്ചിയുടെ നിറത്തെ പറ്റിയോ സൗന്ദര്യത്തെ പറ്റിയോ ബോഡിയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് കൂടെയില്ല. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഞാൻ വലിയ ലെമ്പയോ അല്ലെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമോ വലിയ നിറമോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഞാൻ നാളെ മരിച്ചാൽ വെറും പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു 3 or 4 വെറുതെ കഷ്ണം വെച്ച് അതിന്റെ അകത്ത് അലിഞ്ഞു തീരത്തേ ഉള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ. ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളുമല്ല, മനുഷ്യരത്രേ ഉള്ളൂ. ഈ ചിത്രം ഓക്കെ, അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ കാര്യം. സാർ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ സാർ ഒരിക്കലും അവരെ ബോഡി ഷേമിങ്ങിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല ആ വീഡിയോ. എല്ലാരും തമാശയായി കാണുമെന്ന് കരുതി ചെയ്തതാവാം മേ ബി. പക്ഷെ അത് നല്ലോണം പാടി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇതിനുശേഷം ഏതൊരു ചേട്ടൻ വന്ന് സാറുടെ ഭർത്താവിനോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് സാറ് മറുപടി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ചേച്ചിയുടെ കേസ് ഞാൻ പറയാം. ഇവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ചാച്ചന ഒരു മെസ്സേജ് വേറൊരു പുള്ളിക്കാരൻ അയക്കുവാണ്. വൈഫിന്റെ അടുത്തൊന്ന് പറയണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്. അവർക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേടാണെന്ന്. എന്തുകൊണ്ട് ചിത്ര ചേച്ചി എന്റെ കാര്യം ചിന്തിച്ചില്ല? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് 23 വയസ്സുള്ളൂ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ചേച്ചി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എനിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയുള്ള ആളുകൾ കാണുന്നു എന്ന്? അത്രയ്ക്ക് ചേച്ചിക്ക് എന്നോട് പറയണം. അല്ലെങ്കിൽ എന്നെ അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് DM ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഒന്നാമത് മനസ്സിനൊന്നും ഒരു രീതിയിലും സമാധാനം ഇല്ലാത്ത പെൺകുട്ടിയാണ്. എനിക്കിപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയേറെ ഞാൻ സ്ട്രഗിൾ നിൽക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുക എന്നുള്ളത്. ചിലരത് കോമാളിത്തരമായിട്ട് പറയും, ചിലർക്ക് അത് സന്തോഷം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് തന്നെ റിപ്ലൈ ചെയ്യും. അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒട്ടുമേ എന്നെ പറ്റുന്നില്ല എങ്കിൽ ഓക്കെ, ഞാൻ ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിർത്താം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു ജീവിതം നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മളെ കൊണ്ടാവുന്നത് അതേ ഉള്ളൂ. നമുക്ക് സുഖമാണ്, ആരും കാണാത്ത ഒരു റൂമിൽ കയറി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് എന്തോ ഹേർട്ട് ആവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് വരെ ഞാൻ എന്റെ ഒരു കണ്ടന്റിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചിത്ര ചേച്ചി സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിയത്. കാരണം എനിക്ക് അത്രമേൽ വിഷമം വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ റിയാക്ട് ചെയ്തിരിക്കുന്ന ഈ മാന്യൻ പണ്ട് തൊപ്പിയെ കണ്ടപ്പോ, തൊപ്പി എന്തോ ഒരു ഇനാഗ്രേഷന് പോയപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈമില് പോയി കെട്ടിപ്പിടിച്ച് തൊപ്പിയുടെ ഫോട്ടോ എടുത്ത വ്യക്തി ഈ റീസെന്റ് തൊപ്പിക്ക് എന്തോ ഒരു പ്രശ്നം വന്നപ്പം തൊപ്പിയെ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുക. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ നിലവാരം മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ കുറെ പോരായ്മകളുണ്ട്. എനിക്കും പോരായ്മകളുണ്ട്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും പോരായ്മകളുണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്കൊരു ജീവിതമുള്ളൂ. മറ്റുള്ളവർക്ക് ബാധ്യതയാവാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ, ഇവിടെ സാറ് ലാസ്റ്റ് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റൂല. ആ ചേച്ചി എന്തിന് കമന്റ് ഇടുമ്പോ സാറൊക്കെ വിഷമമാവുമെന്ന് കരുതണം. അവരൊരു ചെറിയൊരു അഭിപ്രായം മാത്രമല്ലേ പറയുന്നുള്ളൂ. ഒരാൾക്ക് നിങ്ങളുടെ വീഡിയോ കണ്ട് കുറച്ച് ഓവറായി തോന്നുന്നുണ്ടെങ്കിൽ അവർക്കത് പ്രകടിപ്പിക്കാം, അതൊരു അഭിപ്രായമല്ലേ. മാത്രമല്ല അവർ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുമുണ്ട്, ചിലപ്പോൾ തന്റെ മാത്രം അഭിപ്രായമായിരിക്കാം ഇതെന്നും അല്ലേ. ഈ ഒരു ചെറിയ നെഗറ്റീവ് കമന്റിന് വിഷമം വന്നു കഴിഞ്ഞാണെങ്കിൽ, ഈ വലിയ വലിയ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ നീ എന്ത് ചെയ്യും സാറാ? നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ സ്ട്രോങ് ആയി ഹാൻഡിൽ ചെയ്യാനല്ല ആദ്യം പഠിക്കേണ്ടത്. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്കി, എന്റെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒട്ടും ദയ അർഹിക്കാത്ത കമന്റുകളാണ് എനിക്ക് കമന്റ് ബോക്സിൽ വരാറുള്ളത്. അതിനൊക്കെ ഞാൻ വിഷമിക്കാൻ നിന്നാണെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്ന് കരുതി വൃത്തികെട്ട കമന്റ്സ് വരുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പ്രതികരിക്കേണ്ടത് എന്തായാലും പ്രതികരിക്കുക തന്നെ വേണം. വീഡിയോ ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥ നോക്കിയല്ല ആരും കമന്റ് ഇടുന്നത്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോന്റെ കണ്ടന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആളുകൾ കമന്റ് ഇടുക. അത് ആദ്യം മനസ്സിലാക്കണം. ഈ വിമർശനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഇവിടെ സാർ അശ്വിനിട്ട് ചെറിയൊരു കൊട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതെന്തായാലും നന്നായി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.